ജെംജി കിച്ചണിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഡെസേർട്ടാണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലൊരു ഐസ്ക്രീമാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ ഐസ്ക്രീമാണ് കേട്ടോ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കാണുക. നല്ല അടിപൊളി ഒരു ഐസ്ക്രീം നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, കുറച്ച് വാൽനട്ട് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കാം. നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഐസ്ക്രീം തയ്യാറാക്കാം. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരു കളഞ്ഞ 15 ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. സീഡ്ലെസ് ആയിട്ടുള്ളതാണെങ്കിലും കുഴപ്പമില്ല, കുരു ഉള്ളതായിരുന്നു, ഞാൻ അതിൻ്റെ കുരു കളഞ്ഞെടുത്തതാണ്. ഇതൊന്ന് നമുക്ക് എല്ലായിടത്തും ഒന്ന് നിരത്തി വെക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ല ചൂട് പാലൊഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ നകമ്പനെ പാലൊഴിച്ച് കൊടുക്കുക. ഇനി ഇതൊരു 15 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇത് സോക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനായിട്ട് കുറച്ച് ക്രീം തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമോ ഹെവി ക്രീമോ എടുക്കാം. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്ത ക്രീം നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് 15 മിനിറ്റ് സോക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിനായി കുറച്ച് ഏലക്ക പൊടിച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ചുകൂടി ആകുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആവും. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ചെടുത്തത് ഈ ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് കുറുകയാണെങ്കിൽ കുറച്ച് തണുത്ത പാലോട് ചേർത്ത് അരച്ചെടുക്കാം. ഞാൻ ഇതിൻ്റെ അകത്തോടെ കുറച്ച് തണുത്ത പാലോട് ചേർത്താണ് ഇത് അരച്ചെടുത്തത്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യമേ നമുക്ക് സ്പാച്ചുല വെച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റർ വെച്ച് ലോ സ്പീഡിൽ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. നമുക്ക് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് ഐസ്ക്രീമായിട്ടും കുറച്ച് ഐസ്ക്രീം ബാറായിട്ടുമാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ രണ്ടും 2 പാത്രത്തിലാക്കി ഒഴിച്ചൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കട്ടെ. നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ നിറച്ചും വെക്കേണ്ട, കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഒഴിച്ചാൽ മതി. ഇനി നമുക്കിത് ഓരോന്നിൻ്റെ അടപ്പ് വെച്ച് അടച്ച് 12 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ബാക്കി ഞാൻ സെറ്റ് ചെയ്യുന്നത് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചാണ്. ഇനി നമുക്കിത് അടച്ച് ഒരു 12 മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് റോസ്റ്റ് ചെയ്ത ആൽമണ്ടൊക്കെ നമുക്കിതിൻ്റെ മുകളിലോട്ട് വേണം ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഞാനിത് ഡെക്കറേറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിതൊരു 12 മണിക്കൂറാണ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം 12 മണിക്കൂർ ഫ്രീസ് ചെയ്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. നമുക്കിതൊന്ന് കുറച്ച് നേരം ഒന്ന് വാം വാട്ടറൊന്നുമില്ല കേട്ടോ, ഞാൻ നോർമൽ വാട്ടറാണ് എടുത്തിരിക്കുന്നത്. ഒന്നെങ്കിൽ നോർമൽ വാട്ടർ അല്ലെങ്കിൽ ചെറിയൊരു വാം വാട്ടറിൽ വേണമെങ്കിലും നമുക്കിതൊന്ന് കുറച്ച് നേരം മുക്കി വെക്കാം. നോർമൽ വാട്ടർ ആയതുകൊണ്ട് കുറച്ച് നേരം മുക്കി വെക്കാം, അല്ലെങ്കിൽ വാം വാട്ടർ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് എടുക്കാം. ഇത് അധികം നേരം വേണ്ട കേട്ടോ, ഒരു 1 മിനിറ്റ് ഒന്ന് മുക്കി വെച്ചാൽ മതി. ഉണ്ടോ, നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഞാനതൊന്ന് കഴിച്ച് നോക്കട്ടെ.
നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. പാത്രത്തിൽ സെറ്റ് ചെയ്യാൻ വെച്ചുകൊണ്ട് ടേസ്റ്റ് വ്യത്യാസം വരികയില്ല, 2 ഷേപ്പിൽ വെച്ചെന്നേ ഉള്ളൂ. നമുക്ക് ഈ ഐസ്ക്രീമും കൂടെ നോക്കാം. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഭയങ്കര ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് എക്സാം ടൈമിലൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐസ്ക്രീമാണ്. നല്ല കലോറി ബൂസ്റ്റിംഗ് ആണ്, അതുപോലെ ബ്രെയിൻ ബൂസ്റ്റിംഗ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയുമായി കൊണ്ടേ കാണാം. താങ്ക്